എന്നാ ഉണ്ട് കേസ് സുഖമല്ലേ? ദേ ചേച്ചിക്ക് വയ്യാണ്ട് ഹോസ്പിറ്റലിലാട്ടോ. രാവിലെ ജോലിക്ക് പോയ ആൾ ഓൺ സ്പോട്ടിൽ തന്നെ തിരിച്ചെത്തി ദേ വയ്യാന്നും പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് വന്ന കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം ചീട്ടെടുത്ത് കഴിഞ്ഞപ്പോൾ ദേ ചേച്ചിക്ക് പിന്നെ തലകറക്കം. അപ്പോൾ സിസ്റ്റേഴ്സ് പറഞ്ഞു ഇതേ കട്ടിലേക്ക് കയറി കിടന്നോളാൻ. അങ്ങനെ കട്ടിലിൽ സുഖമായിട്ട് കിടപ്പുണ്ട്. ആ മുഖഭാവം ഒന്നും നോക്കണേ. ഇടുപ്പതിന് കുത്തി വേദനയാന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ ഒരു കുത്തിവയ്പ്പ് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേ സിസ്റ്റർ കുത്തിവയ്പ്പ് എടുക്കാൻ വന്നു. കുത്തിവയ്പ്പ് ഒട്ടും പേടിയില്ലാത്ത ഒരു വ്യക്തിയാണ് എൻ്റെ ചേച്ചി. ആ മുഖം കണ്ടാൽ മനസ്സിലാകും. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഒരാളുടെ വേദന ചിരിക്കാൻ പാടില്ലെന്നല്ലേ പറയാറ്. പക്ഷെ എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് ചിരി അടക്കാൻ പറ്റിയില്ല. ഞാനവിടെ കിടന്ന് നല്ല ചിരിയായിരുന്നു. പിന്നെ ചേട്ടനെ കുറിച്ച് വന്ന് മരുന്ന് മേടിക്കാൻ വേണ്ടി ഫാർമസിയിൽ പോയി 2 സെറ്റ് ഗുളികയും ഒരു ഓയിൽമെന്റ് ഒക്കെ തന്നിട്ടുണ്ട് നടുവിന് പുരട്ടാനായിട്ട്. പറയാൻ വിട്ടുപോയി ഗേസ്, നമ്മുടെ ഏറ്റുമാനൂർ ആശുപത്രി ആട്ടോ. ഡേ ഈ നിരീക്ഷണ മുറിയിലാണ് ചേച്ചി കിടക്കുന്നത്. വേദന മാറുന്ന സന്തോഷത്തിൽ അതിൻ്റെ ഇടയിൽ ഫോണേ തോണ്ടുക. പിന്നെ ഞാനൊരു സർക്യൂട്ടൊക്കെ അടിച്ച് 2 കോമഡിയൊക്കെ പറഞ്ഞ് ചേച്ചിനെ ചില്ലാക്കി വെച്ചിട്ടുണ്ട് ഗേസ്. പിന്നെ ഒരു ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും നോക്കാൻ വേണ്ടി പോയപ്പോൾ നോക്കടാ അവിടെ ഭയങ്കര ഒരു കരച്ചിൽ. നോക്കുമ്പോൾ ആരാ, ഒരു കുഞ്ഞു പൂച്ചാണ്ടി. എന്തായാലും റിസൾട്ട് 1 മണിക്കൂർ വൈകുമായിരുന്നു. സോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ച് വന്നതിന് ശേഷം ഞങ്ങൾ റിസൾട്ട് മേടിച്ച് ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു. വീട്ടിലേക്ക് വന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം നല്ല വെയിലായിരുന്നല്ലോ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.